Hi friends, welcome back to my channel Sims Nurses Corner. നമ്മൾ കേരള PSC സ്റ്റാഫ് നഴ്സ് കോഴ്സിൻ്റെ DME എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 20 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പീക്ക് പോയിന്റ് ഓഫ് യൂട്രൈൻ കൺട്രാക്ഷൻ. Peak point of uterine contraction, that is acme. Peak point of uterine contraction is acme. Next question. When delivering baby's head, the nurse supports the mother's perineum to prevent tear. This technique is called. When delivering baby's head, the nurse supports the mother's perineum to prevent tear. This technique is called Ridgen's techniques or Ridgen's technique. Okay. Ridgen's nu vaikkan, Ridgen's nu vaikkan, Ridgen's technique. Okay. Next question. Complication most likely responsible for a delayed postpartum. Complication most likely responsible for a delayed postpartum, that is uterine subinvolution. Okay, uterus ചെറുതാകാത്ത ഒരു അവസ്ഥ, ചുരുങ്ങാത്ത ഒരു അവസ്ഥ, ഇതിനാണ് യൂട്രൈൻ സബ്ഇൻവല്യൂഷൻ എന്ന് പറയുന്നത്. ഡിലേഡ് പോസ്റ്റ്പാർട്ടം ഉണ്ടാക്കുന്നത്. പോസ്റ്റ്പാർട്ടം ഇന്ന് നമ്മൾ കാണിക്കുന്നത് 45 ഡേയ്സ് ആണ്. ഡെലിവറി ടു 45 ഡേയ്സ് ആണ് പോസ്റ്റ്പാർട്ടം. ഓക്കെ. Next question, fetal macrosomia means. Fetal macrosomia means fetal weight greater than 4.5 kg. Okay, fetal weight more than 4.5 kg. Okay. ഫീറ്റൽ ഹെഡ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുക, അത് മാക്രോസെഫാലി ആണ്. ഓക്കെ, മാക്രോസോമിയ എന്ന് പറയുമ്പോൾ എപ്പോഴും ഫീറ്റൽ വെയിറ്റ് ആണ് ഗ്രേറ്റർ ദാൻ 4.5 kg. ഓപ്ഷനിലും അതുപോലെ തന്നെ ഉണ്ടാകും, ഫീറ്റൽ ഹെഡ് എന്നുള്ളത് കാണും, അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. Next question, low or absent glucose in CSF indicate. Low or absent glucose in CSF indicate bacterial meningitis. Okay, bacterial meningitis. Okay. Next question, Loganbo. Loganbo is used post-operatively after surgical repair of. Loganbo is used post-operatively after surgical repair of cleft lip or cleft palate. Cleft lip or cleft palate. Okay. Loganboയുടെ ഒരു പിക്ചറാണ്. ഇതുപോലെ ഈ എന്താണ് വൈഡ് ആയിട്ട് ഓപ്പൺ ആകാതിരിക്കാൻ വേണ്ടി സർജറി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഈ ലൊഗാൻബോ. പിക്ചർ ഉണ്ടോ ഇതുപോലെ, അതിനെയാണ് ലൊഗാൻബോ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെഡ് പോയിസൺ ഈസ് ഓൾസോ നോൺ ആസ്. ഇത് ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ടാണ്. ലെഡ് പോയിസൺ ഈസ് ഓൾസോ നോൺ ആസ് പ്ലംബിസം. ഓക്കെ, പ്ലംബിസം. So fracture of distal radius is known as. Fracture of distal radius is known as. നമുക്കുണ്ടായിരുന്ന ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് കോളിൻസ് ഫ്രാക്ചർ ആണ്. ഇതെല്ലാം ടൈപ്സ് ഓഫ് ഫ്രാക്ചറുകൾ തന്നെയാണ്. അപ്പോൾ അടുത്ത ഇനി ഓപ്ഷൻ വേറെ ഏതെങ്കിലും വരുന്നെങ്കിലോ എന്ന് കരുതിയിട്ട് എല്ലാം ആഡ് ചെയ്യുന്നതാണ്. റിസ്റ്റ് ഫ്രാക്ചർ, സ്മിത്ത് ഫ്രാക്ചർ, ബാർട്ടൺസ് ഫ്രാക്ചർ, ഹച്ചിൻസൺ ഫ്രാക്ചർ. ഓക്കെ, റിസ്റ്റ് ഫ്രാക്ചർ, കോളീസ് ഫ്രാക്ചർ, സ്മിത്ത് ഫ്രാക്ചർ, ബാർട്ടൺസ് ഫ്രാക്ചർ, ഹച്ചിൻസൺ ഫ്രാക്ചർ. ഇതെല്ലാം ഓരോ ടൈപ്പ് ഓരോ ഏരിയയിൽ വരുന്ന ഫ്രാക്ചറുകളാണ് റേഡിയസിൻ്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Cushing syndrome will produce increased. Cushing syndrome will produce increased level of glucose ആണ്. ഓക്കെ, ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഇൻക്രീസ്ഡ് ആയിരിക്കും Cushing syndrome. Cushing syndrome ഉണ്ടാകുന്നത് ഡ്യൂ ടു ഇൻക്രീസ്ഡ് സിറം കോർട്ടിസോൾ ലെവൽ, അതായത് അഡ്രീനൽ ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്ന കോർട്ടിസോളിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യും, അത് Cushing syndrome ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെവീൻ ഷണ്ട്. ലെവീൻ ഷണ്ട് ഈസ് യൂസ്ഡ് ഫോർ അസൈറ്റിസ്, അതായത് ഫ്ലൂയിഡ് കളക്ഷൻ ഇൻ ദി അബ്ഡോമൻ, അതാണ് അസൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഷണ്ട് വിച്ച് ഡ്രെയിൻസ് പെരിട്ടോണിയൽ ഫ്ലൂയിഡ് ഫ്രം പെരിട്ടോണിയം ഇൻ ടു വെയിൻസ്. പെരിട്ടോണിയത്തിൽ നിന്ന്, അതായത് ഈ പെരിട്ടോണിയത്തിൽ നിന്ന് വെയിൻസിലേക്ക് ഷണ്ട് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹോർമോൺ റിലീസ്ഡ് ഫ്രം സോണ ഗ്ലോമറുലോസ. വിച്ച് ഹോർമോൺ റിലീസ്ഡ് ഫ്രം സോണ ഗ്ലോമറുലോസ. ആൻസർ ഈസ് ആൽഡോസ്റ്റിറോൺ. ഓക്കെ, ആൽഡോസ്റ്റിറോൺ. ഓക്കെ, നമുക്ക് ജസ്റ്റ് അഡ്രിനാലിൻ്റെ ഹോർമോൺസ് നോക്കാം. നമുക്ക് അഡ്രിനാലിന് കോർട്ടെക്സും ഉണ്ട്, മിഡിലെ ഉണ്ട്. ലാറ്ററൽ വ്യൂ ഓഫ് അഡ്രീനൽ ഗ്ലാൻഡ് ആണ് കേട്ടോ ഇത്.
അതിൻ്റെ കോർട്ടെക്സും ഉണ്ട്, മെഡുല ഉണ്ട്. അതിനകത്ത് കോർട്ടെക്സിനെ സോണ ഗ്ലോമറുലോസ, സോണ ഫേസിക്കുലേറ്റ ആൻഡ് സോണ റെറ്റിക്കുലാറിസ് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ സോണ ഗ്ലോമറുലോസ ആണ് നമ്മൾ മിനറലോ കോർട്ടിക്കോയിഡ്സ് സെക്രേറ്റ് ചെയ്യുന്നത്. അതാണ് ആൽഡോസ്റ്റിറോയിനും കോർട്ടിക്കോസ്റ്റിറോയിനും. ഓക്കെ, ഇതിപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് ആൽഡോസ്റ്റിറോയിനും കോർട്ടിക്കോസ്റ്റിറോയിഡും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സോണ ഫെസിക്കുലേറ്റ ആണ്. സോണ ഫെസിക്കുലേറ്റ ആണ് നമ്മൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് സെക്രേറ്റ് ചെയ്യുന്നത്. ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ് നേരത്തെ പറഞ്ഞ കോർട്ടിസോളും കോർട്ടിസോണും സെക്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കോർട്ടിസോളും കോർട്ടിസോണും സെക്രേറ്റ് ചെയ്യുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിലാണ് അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോണ റെറ്റിക്കുലാരിസ്. സോണ റെറ്റിക്കുലാരിസ് ആൻഡ്രോജൻസ് ആണ്. ആൻഡ്രോജൻസിൽ വരുന്നതാണ് ഈസ്ട്രോജനും ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, ആൻഡ്രോജൻസിൽ ഈസ്ട്രോജൻ ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ. നെക്സ്റ്റ് നമുക്ക് മെഡുലയാണ്, ഇന്നർ മെഡുലയാണ്. മെഡുലയിൽ കാറ്റക്കോളമൈൻസ്, അതിൽ എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും ഇൻക്ലൂഡ് ആവും. പെപ്റ്റൈഡ്സ് സൊമാറ്റോസ്റ്റാറ്റിനും ആൻഡ് സബ്സ്റ്റൻസ് പിയും സെക്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, സെക്രേറ്റ് ചെയ്യുന്നാൽ അതിനകത്ത് വരുന്നതാണ് സൊമാറ്റോസ്റ്റാറ്റിനും സബ്സ്റ്റൻസും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അബ്ഡോമിനൽ മസിൽ ഗാർഡ് ഈസ് പ്രസന്റ് ഇൻ. അബ്ഡോമിനൽ മസിൽ ഗാർഡ് ഏത് കണ്ടീഷനിലാണ് പ്രസന്റ് ആവുന്നത്? പെരിട്ടോണൈറ്റിസിലാണ്. ഓക്കെ, അബ്ഡോമിനൽ മസിൽ ഗാർഡ് എന്ന് കാണുമ്പോഴേ പെരിട്ടോണൈറ്റിസ്, ഇൻഫ്ലമേഷനോ പെരിട്ടോണിയൽ ഫ്ലൂയിഡ് ആണ് പെരിട്ടോണൈറ്റിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാം ഡ്രൈ പിങ്ക് സ്കിൻ സീൻ ഇൻ. വാം ഡ്രൈ പിങ്ക് സ്കിൻ സീൻ ഇൻ ന്യൂറോജനിക് ഷോക്ക്. ഓക്കെ, ന്യൂറോജനിക് ഷോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ agent that inhibits the growth of bacteria. Agent that inhibits the growth of bacteria, that is bacteriostatic agent. Static means ഓർത്ത് വയ്ക്കുക, ഗ്രോത്തിനെ അവിടെ വെച്ച് സ്റ്റാറ്റിക് ആക്കുന്ന, അവിടെ മുകളിലേക്ക് വളരാൻ അനുവദിക്കുന്നില്ല, അതാണ് ബാക്ടീരിയോസ്റ്റാറ്റിക്. ബാക്ടീരിയോസിഡൽ ആകുമ്പോൾ ബാക്ടീരിയ കില്ല് ചെയ്യുന്നു, അതാണ് ബാക്ടീരിയോസിഡൽ ഏജൻറ്റ്സ്. എപ്പോഴും മാറിപ്പോരുത്. Next question, solution used to disinfect bed linen in COVID positive patient. Solution used to disinfect the bed linen in COVID positive patient, that is sodium hypochlorite solution. Sodium hypochlorite solution 0.5% ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 101 ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു. 101 ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു സെൽഷ്യസിലേക്ക് ആക്കാനാണ് 38.3 സെൽഷ്യസ് ആണ്. ഓക്കെ, 38.3 ഡിഗ്രി സെൽഷ്യസ്. ഇതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷൻ ഏതാണ്? ഫാരൻഹീറ്റിനെ ഡിഗ്രി ആക്കാനായിട്ട് സെൽഷ്യസ് ആക്കാനായിട്ട് F-32 × 5/9ഉം, ഇനി ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് ആക്കാനായിട്ട് F അല്ല C+32 × 9/5 ആണ്. ഓക്കെ, C+32 × 9/5. നമുക്ക് ഏതെങ്കിലും വാല്യൂസ് തന്നിട്ട് അത് ഫാരൻഹീറ്റിലോട്ട് ആക്കാനാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഈസി ഇക്വേഷൻ ആണ്, 1.8 C+32. അപ്പോൾ 37 ഡിഗ്രിയാണ് നമുക്ക് ഫാരൻഹീറ്റ് ആക്കേണ്ടെങ്കിൽ 1.8 C ആകുമ്പോൾ 37. ഓക്കെ, സെൽഷ്യസ് +32. സോ ഇതിൻ്റെ ആൻസർ 66.6 എന്ന് കിട്ടും. 32 കൂടെ ആഡ് ചെയ്യുമ്പോൾ 98.6 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രാഡൻ സ്കോർ. ബ്രാഡൻ സ്കോർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പെപ്റ്റിക് അൾസർ, പ്രഷർ അൾസർ അല്ലെങ്കിൽ ഡെക്യുബിറ്റസ് അൾസർ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാഡൻ സ്കോർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി, അതായത് ഹയസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 23 ആണ്. ഇത് എക്സലൻ്റ് ആണ്. ഇതിൽ നിന്ന് ഓരോന്ന് താഴത്തേക്ക് വരുന്നതനുസരിച്ച് പേഷ്യൻ്റ് റിസ്ക് കൂടിക്കൂടി വരും. അറൗണ്ട് 18 to 23 നോർമലായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന് താഴെയുള്ളത് മൈൽഡ്, മോഡറേറ്റ്, ഹൈ റിസ്ക്, സിവിയർ റിസ്ക് അങ്ങനെ പോകും. ഓക്കെ, അത് അറൗണ്ട് 9 ഓർ ലെസ് വരുമ്പോഴത്തേക്ക് സിവിയർ റിസ്ക് അല്ലെങ്കിൽ അങ്ങനെ വെരി ഹൈ റിസ്ക് എന്നുള്ള ഒരു ഗ്രൂപ്പിലേക്കാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാറ്ററൽ കർവേച്ചർ ഓഫ് സ്പൈൻ. ലാറ്ററൽ കർവേച്ചർ ഓഫ് സ്പൈൻ ഈസ് കാൾഡ് സ്കോളിയോസിസ്. ഓക്കെ, ലാറ്ററൽ കർവേച്ചർ ഓഫ് സ്പൈൻ ഈസ് കാൾഡ് സ്കോളിയോസിസ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് നോക്കിയപ്പോൾ ഇത് നോർമൽ സ്പൈൻ ആണ്. ഇതിൻ്റെ ലാറ്ററൽ വ്യൂ ആണ് നോർമൽ സ്പൈനിൻ്റെ. ഇനി കൈഫോസിസ് എന്ന് പറഞ്ഞാൽ ഒന്നും ഓർക്കണ്ട, കൂന് എന്ന് ഓർക്കുക. കൈഫോസിസ് മീൻസ് കൂന്. ഇവിടെ കുഞ്ഞിക്കൂന് ഓർത്തേക്കുക, അതായത് ഔട്ട്വേർഡ് കർവേച്ചർ ആണ്. തൊറാസിക് റീജിയൻ്റെ ഔട്ട്വേർഡ് കർവേച്ചറിലാണ് കൈഫോസിസ് എന്ന് പറയുന്നത്. ഇനി ലോഡോസിസ് എന്ന് പറയുമ്പോൾ ഇൻവേർഡ് കർവേച്ചർ ഓഫ് ലംബാർ ഏരിയ. ലംബാർ ഏരിയ ഇൻവേർഡ് കർവേച്ചർ ആവുന്നതാണ് ലോഡോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്ലാറ്റ് ബാക്ക് ഉണ്ട്, അതായത് ഫ്ലാറ്റ് ആയിട്ടിരിക്കും കർവേച്ചർ, ഈ നോർമൽ കർവേച്ചർ ഇല്ലാത്തൊരവസ്ഥ. ഇനി സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ കർവേച്ചർ ആണ്, അതായത് നമ്മൾ ആൻട്രോ പോസ്റ്റീരിയർ വ്യൂവിൽ നിൽക്കുമ്പോൾ പേഷ്യൻ്റെ ഒരു സൈഡിലേക്ക് വളവുണ്ടാവും, അതാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ് അക്കോർഡിംഗ് ടു മാസ്ലോസ് ഹൈറാർക്കി. ഓക്കെ, മാസ്ലോസ് ഹൈറാർക്കിയുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ് ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, സെൽഫ് ആക്ച്വലൈസേഷൻ ഏറ്റവും ഹയസ്റ്റ് വരുന്നത്.
നമുക്ക് ബേസിക് നീഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ബേസിക് നീഡ്സ്? ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സും സേഫ്റ്റി നീഡ്സും. അതിനകത്ത് ഫുഡ്, വാട്ടർ, വാംത്ത്, റെസ്റ്റ്, സെക്യൂരിറ്റി, സേഫ്റ്റി, ഇത് ഇത്രയും ബേസിക് നീഡ്സ് ആണ്. ഇനി സൈക്കോളജിക്കൽ നീഡ്സിൽ വരുന്നതാണ് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, പിന്നെ എസ്റ്റീം നീഡ്സും. ഇനി സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഹയസ്റ്റ് ഡിഗ്രി. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, stiffness occur in the body after death. Stiffness occur in the body after death is called rigor mortis. Okay, rigor mortis എന്നാണ് പറയുന്നത്. ഇനി ആൾഗർ മോർട്ടിസ് എന്താണ്? ടെമ്പറേച്ചർ ഡൗൺ ആകും, അതിനെയാണ് ആൾഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ബോഡി ഡെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചർ ഡൗൺ ആകുന്ന ഒരു അവസ്ഥയാണ് ആൾഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. സ്റ്റിഫ്നെസ്സിനെ റൈഗർ മോർട്ടിസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ ഈസ് ടൈപ്പ് ഓഫ്. വൺ ഗ്രൂപ്പിൻ്റെ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും നയിക്കുന്നത് നമ്മൾ പ്രീ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി എന്നാണ്. നമ്മൾ റിസർച്ച് പ്രോസസ്സിനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റഡി പ്രീ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗുഡ് ലക്ക്. ഓക്കെ, താങ്ക് യു.